സാറിന് ഇപ്പൊ എന്താണ് സാറ് കയറി നോക്ക്. ഇവിടെ ഇപ്പൊ ഈ ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഞങ്ങളിവിടെ പെണ്ണുപിടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റു പരിപാടികളോ ഞങ്ങളൊന്നും കാണിക്കുന്നില്ല. ഒന്ന് പറ സാറേ. നിക്ക് സാർ, ഇങ്ങോട്ടാ ഇതുണ്ട്. ഈ ഒരു ചെറിയ ക്വാർട്ടറും പിന്നെ അതെ ഈ ഇമാര് ചെറിയ സെറ്റപ്പ് ഉള്ള സാറേ. ഞങ്ങൾ ഹോസ്റ്റൽ പിള്ളേരെ, ഞങ്ങളിവിടെ പഠിക്കുന്ന പിള്ളേരാണ്. ഞാൻ പിന്നെ പഠിത്തമൊന്നുമില്ല. എന്റെ പഠിത്തമൊക്കെ പണ്ടേ കഴിഞ്ഞ എന്റെ കസിനാ ഇവൻ. അപ്പൊ ഇവനെ കാണാനും ഇവനോട് വല്ലപ്പോഴും നടണം അടിക്കാനും വേണ്ടി ഇവിടെ വരുന്നതല്ല. ഞങ്ങൾ വലിയ സംഭവമൊന്നും ഇല്ല. സാറിന്റെ നോട്ടം മറ്റു പഴുതയും കണ്ടത് ഞങ്ങളോട് വലിയ മറ്റു പരിപാടി. സാറേ പ്ലീസ് സാർ, സാർ ഒന്ന് പറ സാർ. കഷ്ടം സാർ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യും സാർ? ഞങ്ങൾ ഒരുമാതിരി കുറ്റവാളികളെ കാണുന്ന പോലെ ഞങ്ങൾ അതിന് മാത്രം എന്ത് തെറ്റാ സാർ ചെയ്ത്? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മോശമായിട്ട് ആരെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പരിപാടി കാണിക്കുക അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ വേളം ഉണ്ടാവും. ഞങ്ങൾ അതൊന്നും ചെയ്തില്ലല്ലോ സാർ. പിന്നെ നമ്മളെ ഒരുമാതിരി കുറ്റവാളികളെ കാണുന്ന പോലെ ഇങ്ങനെ കണ്ടല്ലോ. ഇത് തെറ്റാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പബ്ലിക്കായിട്ടല്ല സാർ, ഞങ്ങൾ ഈ റൂമിൽ നിന്നിട്ടല്ലേ ചെയ്യുന്നത്. സാർ പ്ലീസ് സാർ, ഒരു നീ ഒരു കാര്യം ചെയ്യും. സാറിന് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവും. നീ ഇപ്പൊ ആ സാധനം മേടിക്കും, അതൊക്കെ എടുത്ത് അയ്യോ എന്റെ ദൈവമേ, പേടിച്ചു പോയോ? നീ പേടിക്കണം, പേടിക്കണം. കാരണം ആ പുന്നാര സാറിനോട് ഞാൻ ആരായിരുന്നു കേട്ടാ ഞാൻ പറഞ്ഞില്ലടാ, ഒരേ കല്യാണ ട്രാവലൊക്കെ പറഞ്ഞ പോലെ. എടാ തൈരുന്നല്ലേ പറഞ്ഞ, അക്ഷരമൊന്നും മാറിയിട്ടില്ല. അപ്പൊ പിന്നെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാറേ. ഇല്ലെങ്കിൽ നമ്മൾ എത്ര വെച്ചാൽ അത്രയും മാത്രം അങ്ങ് ക്ഷമിക്കാനും മാത്രം നമ്മൾ മഹാത്മാഗാന്ധി ഒന്നും അല്ലല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യും, നമ്മളിവിടെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് സാറിന് മനസ്സിലായി സ്ഥിതിക്കുകയും അതിനാണ് പുള്ളിക്ക് ചെറിയ ഡൗട്ട് അടിച്ച് പുള്ളി ഇവിടം വരെ വന്നത്. അപ്പം അതുകൊണ്ടാണ് അവൻ ഈ ചെറിയ വിഷയത്തിൽ ഇത്രയും വലിയ കുണവണച്ച്. അപ്പം അവൻ്റെ കൂടെ കുണയ്ക്കാൻ വന്ന നിനക്ക് എൻ്റെ പക ഒരു വലിയ കുണം വേണ്ടേ? ഇതാണ് ഒറിജിനൽ കുണപ്പ്, മനസ്സിലാണോ? അപ്പൊ ശരി എന്നാ അത് കിടക്കടാ. ഇത് കിട്ടും, ഈ സൂപ്പറാ. നിന്റെ പെടല് കണ്ടിക്കുമ്പോൾ എനിക്ക് നല്ല സുഖം കിട്ടൂടാ. കണ്ട എന്ത് രസം നോക്കടാ, പൊളിയടാ. മക്കളെ നിങ്ങൾ പേടിക്കണ്ട, വിഷ്ണുണ്ടെന്ന് ഇങ്ങനെ എന്നോട് ചോദിച്ചാൽ മതി. വല്ലപ്പോഴും വരുമ്പോഴത്തേക്കും ജോലിയായിരിക്കും. അങ്ങനെ കൊളസ്ട്രോളൊന്നും വേണ്ട, തൽക്കാലം ഇവനെ ചോര കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അല്ല പിന്നെ പൂണ്ട സോറിടാ. അയ്യോ.